ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച്. ജോലിക്കൊക്കെ പോകുന്നവരുണ്ടല്ലോ, രാവിലെ കറിയും എല്ലാം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല, ചോറും കറിയും എല്ലാം ഉണ്ടാക്കാനുള്ള സമയമില്ലെന്ന് പറയുന്നവർക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഡിഷാണെന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാമെന്നേ, എല്ലാവർക്കും അറിയാമെന്ന് പറയും. അതിന് ഞാൻ ഒരു ചെറിയ ഉരുളി അടുപ്പ് വെച്ച് ചൂടായി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ചേർക്കുന്നവർക്ക് ചേർക്കാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനം കടുക്, തക്കാളിപ്പഴം, ഉപ്പ്, അല്പം മഞ്ഞൾ പൊടി, പച്ചമുളക്, ഉണക്കമുളക്, സവാള ഒരെണ്ണം അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി. ഇത്രയും സാധനമാണ്. അത് ഞാൻ പെട്ടെന്ന് പറയാണ്ടാവും. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഞങ്ങൾക്കറിയാമെന്ന് പറയും. കടുകിട്ട് കൂട്ടി കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് രണ്ട് ഉഴുന്ന പരിപ്പ് അതിലിടുക. ഉഴുന്ന പരിപ്പില്ലെങ്കിൽ ചെറുപയറിൻ്റെ പരിപ്പാണെങ്കിലും ഇടാം കേട്ടോ. അത് കഴിയുമ്പോൾ 2 ഉണക്കമുളക് മുറിച്ചിടുക. ഉണക്കമുളകാണ് മെയിൻ ഫിഷിൻ്റെ ടേസ്റ്റ്. നമുക്ക് അച്ചാറ് കൂട്ടി കഴിക്കാം, നമുക്ക് പപ്പടം കൂട്ടി കഴിക്കാം, ചിക്കൻ കറി കൂട്ടി കഴിക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിനാവശ്യമായിട്ട് ഞാൻ കടുകിട്ട് പൊട്ടി, ഉഴുന്നിട്ടു, അത് പൊട്ടി, ഉണക്കമുളക് മുറിച്ചിട്ടു, കരിവേപ്പിലയിട്ടു. ഇനി നമുക്കൊരു ചെറിയ സവോള, അത് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിനനുസരിച്ച് വേണം ചേർക്കാൻ. നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. സവോള ഇട്ടു, പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇത്രയും സാധനം നല്ലപോലെ ഒന്ന് നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ നമ്മളതിനകത്തോട്ട് തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം വലിപ്പം ഉള്ള തക്കാളിക്ക. ഞാനിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഇതിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ തക്കാളിക്ക അതിനകത്തൊരു ചേർക്കാം. ഇനി അതിനാവശ്യമായിട്ട് ഒരു ശകലം മഞ്ഞൾ പൊടി ഇടുവാണേ. പിന്നെ നമ്മുടെ എടുത്ത സാധനത്തിനനുസരിച്ച് ഉപ്പ് ഇടുക. ഞാനിപ്പോൾ ശകലം ഒരു കുഞ്ഞ് നുള്ള ഉപ്പിട്ടു. അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ട് മഞ്ഞൾ പൊടി ഇട്ടല്ലോ. ഇനി തക്കാളിക്ക ഇടുക. തക്കാളിക്ക ഇട്ട് നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിക്ക എല്ലാം വെന്ത് അലിഞ്ഞു നല്ലതായി. തക്കാളിക്ക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം വഴന്നു. മുളകിട്ടു, പച്ചമുളകിട്ടു, എല്ലാ സാധനം ശരി. ഇപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. ചോറ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ജോലിക്കൊക്കെ പോവുക, കറിയൊന്നും ഇരിപ്പില്ല എന്ന് പറഞ്ഞ് ചോറ് കൊണ്ടുപോകാതിരിക്കണ്ട. പെട്ടെന്ന് നമുക്ക് ഈ ചോറ് ടൊമാറ്റോ ഒന്നിങ്ങനെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ ചോറിട്ടിളക്കി ടൊമാറ്റോ റൈസ് റെഡിയായി. പിന്നെ അതിന് നമുക്ക് പപ്പടം വേണേൽ കൂട്ടാം, സലാസ് കൂട്ടാം, ചിക്കൻ കറി ഉണ്ടേ കൂട്ടാം. ഈ കറി ഒന്നും ഇല്ലെങ്കിലും ഒരു പപ്പടം പൊള്ളിച്ച് ഒരു സലാസ് കൊണ്ടേലും ഈ ചോറുള്ള. ഇപ്പോൾ ഈ ചോറ് ഇതിലേക്ക് ഇടുവാണേ. 1 കപ്പ് ചോറ്. അപ്പോൾ 1 കിലോ അരിക്ക് 2 തക്കാളി എന്നുള്ള കണക്കാണ്. ഞാൻ ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഒരു ചെറിയൊരു തക്കാളിക്ക് ഞാൻ എടുത്തത്. എല്ലാം കൂടെ അരിഞ്ഞു. ചോറിങ്ങനെയായി. ചോറിട്ട് ഇളക്കി. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാം ഡിഷ്. എല്ലാവർക്കും കഴിക്കാം കേട്ടോ. കൊച്ചു പിള്ളേർക്കൊക്കെ കഴിക്കാം. ഇതിനകത്ത് ഇനി മല്ലിയില ചേർക്കുന്നവരുണ്ട്. കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇങ്ങനെ തൈര് സാദം ഉണ്ടാക്കാം, നാരങ്ങ ചോറുണ്ടാക്കാം. ഇതിപ്പോൾ തക്കാളി സാദം ഉണ്ടാക്കി. ഇതിപ്പം എല്ലാം ശരിയാക്കി കൂട്ടി വെച്ച് ഇനി ഒരു മിനിറ്റ് നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ ചോറ് ഉടനെ റെഡിയാവും. അപ്പോൾ എൻ്റെ തക്കാളി ചോറ് റെഡിയായി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇപ്പം ഞാൻ ബസുമതി അരിയോ പിന്നെ പൊന്നി അരിയോ ഒന്നുമല്ല ചേർത്തത്. ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരി കൊണ്ടാണ് ഉണ്ടാക്കിയത്. ബസുമതി അരി വെച്ച് ചെയ്യാം. നമുക്ക് സാധാരണ പച്ചരി വെച്ച് ചെയ്യുന്നവരുണ്ട്. രാജസ്ഥാനിലൊക്കെ ഇങ്ങനെ പച്ചരി വെച്ച് ചെയ്യുന്നവരുണ്ടെന്ന് പറയും. ഇപ്പോൾ ഞാനിങ്ങനെ റേഷൻ അരിയിൽ തയ്യാറാക്കിയതാണ്. ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ ടൊമാറ്റോ റൈസ് ഒന്ന് ഉണ്ടാക്കി കാണിക്കും. ഇതാണ് എൻ്റെ ടൊമാറ്റോ റൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ.